സമൻസ് വീണ്ടും വന്നിരിക്കുന്നു. ഒരു നിയമ പോരാട്ടം കഴിഞ്ഞ് സമൻസ് മടക്കിയതായിരുന്നു. പിന്നീട് വീണ്ടും സമൻസ് വരുമ്പോൾ അതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? സമൻസ് അത് അംഗീകരിച്ച് പോകാൻ തന്നെയാണോ തീരുമാനം? എന്താ ആലോചിക്കുന്നത്? ഇന്ത്യയിലെമ്പാടും രാഷ്ട്രീയ പ്രതിയോഗികളെ പ്രതിരോധത്തിലാക്കാൻ അല്ലെങ്കിൽ അവരെ കീഴ്പ്പെടുത്താൻ വേണ്ടിയിട്ട് വളരെ വ്യാപകമായിട്ട് ED പോലുള്ള ഏജൻസികളെ പ്രധാനമന്ത്രി മോഡി ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. തികച്ചും രാഷ്ട്രീയമാണ് അതിൻ്റെ പിന്നിൽ നിന്ന് അറിയാവുന്ന നല്ലൊരു തെളിവ് ഒരു BJP-കാരനെ പോലും പിടിക്കുന്നില്ല. കള്ളപ്പണമില്ലാത്ത പുണ്യാളന്മാരിരിക്കണേ എന്ന് മാത്രമല്ല, ഇങ്ങനെ ഭീഷണിപ്പെടുത്തി കേസൊക്കെ ചാർജ് ചെയ്യുന്ന ഒരു BJP ചെന്നാൽ അതോടെ പ്രശ്നവും തീർന്നു. ഇതെല്ലാം നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന നാടകം. അപ്പോൾ രാഷ്ട്രീയമായിട്ടുള്ള BJP-യുടെ ഒരു നീക്കത്തിൻ്റെ ഭാഗമാണ് ഈ നോട്ടീസൊക്കെ. എങ്കിലും നാട്ടിലെ ഒരു അന്വേഷണ ഏജൻസി ഒരു കാര്യം അറിയണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളില്ല എന്നൊന്നും പറയേണ്ട കാര്യമില്ല. എന്തായിരുന്നു നടന്ന നിയമ പോരാട്ടം? നമ്മളെ സമൺ ചെയ്യുമ്പോൾ വ്യക്തിപരമായിട്ടുള്ള എല്ലാ വിവരങ്ങളും ചോദിക്കുന്നു. എന്തിനു വേണ്ടിയാണ് ചോദിക്കുന്നത്? ഇതിന് ഉത്തരം പറയാനായിട്ട് 1.5 വർഷമായിട്ട് കഴിഞ്ഞില്ലെന്ന്. അതാണ് ഈ ED. ഒരു ചാർജും ഇല്ലാതെ, ഒരു തെളിവും ഇല്ലാതെ, ഒരു ചുറ്റിത്തിരിഞ്ഞുള്ളൊരു അന്വേഷണം എന്തെങ്കിലും തടഞ്ഞു കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് നമുക്ക് ഉപയോഗിച്ച് കളയാം. അതല്ലേ 1.5 വർഷം മറുപടി പറയാൻ പറ്റിയോ? അപ്പോൾ ഇപ്പോഴത്തെ നോട്ടീസിൽ പറഞ്ഞിട്ടുണ്ട്. അത് ലഭിച്ചിട്ടുണ്ടോ? നോട്ടീസ് ഇപ്പോൾ ഇന്ന് മെയിലിൽ വന്നു. ഞാൻ പത്രക്കാരിന്ന് അറിഞ്ഞത്, ഇന്ന് കാലത്ത് നമ്മളറിഞ്ഞിട്ടില്ല എന്താണെന്നുള്ളത്. ഇപ്പോൾ മെയിലിൽ വന്ന നോട്ടീസ് വായിച്ചു. മസാല ബോണ്ട് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അറിയാനാണ്. ഇപ്പം ഇതുവരെയും കോടതിയും പറഞ്ഞത് മസാല ബോണ്ടാണോ അന്വേഷണ വിഷയമെന്ന് പറയാൻ പറ്റത്തില്ല. അങ്ങനെ അവസാനിച്ച്. പക്ഷെ അവർ പറഞ്ഞിട്ടില്ല. ഇപ്പോൾ അത് പറയുക. ശരി, വക്കീലന്മാരോട് ആലോചിച്ചിട്ട് മറുപടി കൊടുക്കും. ചോദിച്ചിരുന്നത് വ്യക്തിഗത വിവരങ്ങൾ ചോദിച്ചു എന്നായിരുന്നു പ്രധാന പ്രശ്നം. ഇപ്പോൾ നൽകിയിരിക്കുന്ന സമൻസിൽ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും നിർദ്ദേശമുണ്ടോ? ഇല്ല, ഒന്നുമില്ല. ഇതിൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ വൈസ് ചെയർമാൻ നിലയ്ക്ക് ഇത് സംബന്ധിച്ച ചില കാര്യങ്ങൾ അറിയാൻ വേണ്ടി ഡോക്യുമെന്റ്സ് ആണ് ചോദിക്കുന്നത്. ഒന്നും ചോദിച്ചിട്ടില്ല, ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇനി നമ്മുടെ സമയവും സൗകര്യവും നോക്കിയിട്ട് തീരുമാനിക്കാം. ഈ വരുന്ന 12-ാം തീയതി വെള്ളിയാഴ്ച ചെല്ലണം എന്നാണ്. അടുത്ത വെള്ളി ആയി വരും. പോകാൻ ആലോചനയുണ്ടോ? ഇനി നമ്മളിപ്പോൾ നോക്കട്ടെ, നമ്മുടെ പരിപാടികളൊക്കെ നോക്കട്ടെ. അപ്പോൾ ഏതായാലും മൈഗ്രേഷൻ കോൺക്ലേവ് 21 വരെ 21-ാം തീയതി അവസാനിക്കണതിൻ്റെ ഭയങ്കരമായ തിരക്കില്ല. ഒരു ദിവസമൊന്നും എനിക്ക് മാറി നിൽക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതെല്ലാം കണക്കിലെടുത്തിട്ട് അന്വേഷണ ഏജൻസി എന്ന നിലയിൽ പോകുന്നതിൽ തടസ്സമില്ല എന്ന് തന്നെയാണ്. അല്ല, പോകുന്നതിന് തടസ്സമൊന്നുമില്ല, എനിക്ക് മടിയൊന്നുമില്ല, അങ്ങനെയുള്ള അഭിമാന പ്രശ്നമൊന്നുമില്ല. പക്ഷേ വേണ്ടാതിനും ചോദിക്കരുത്, പേടിപ്പിക്കാൻ നോക്കരുത്. അങ്ങനെയൊന്നും പേടിക്കാൻ തീരുമാനിച്ചിട്ടില്ല. അപ്പോൾ എന്തുവാ നമുക്ക് നോക്കാം. ദേശീയ തലത്തിൽ തന്നെ ED-യെ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നു എന്ന വിമർശനമുണ്ട്. അതിൻ്റെ കൂടി ഭാഗമായി ഇതിനെ കാണേണ്ടി വരുമോ? ഒരു സംശയമില്ലെന്ന്. പ്രതിപക്ഷത്താണോ അവരെ ഭീഷണിപ്പെടുത്താൻ വേണ്ടിയിട്ട് സർവ്വതും ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. ഒരു തെരഞ്ഞെടുപ്പ് 3 മാസത്തിനുള്ളിൽ വരും. അതിന് മുന്നേ എന്തെല്ലാം ഇടപെടലുകൾ നടത്താൻ പറ്റുമോ, എങ്ങനെയൊക്കെ പ്രതിപക്ഷത്തിനെതിരെ നീങ്ങാൻ പറ്റുമോ, ആ സർവ്വ വഴികളും മോഡി ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. അത് കാണിക്കണത് ഈ പുറത്ത് കാണിക്കുന്ന ആത്മവിശ്വാസമൊന്നും ഉള്ളിലില്ല കേട്ടോ. ഇല്ല, ഒരു പേടി വായിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ പണിയൊക്കെ ചെയ്യണോ, കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുന്നു, ഭീഷണിപ്പെടുത്തി നടക്കുന്നു. അങ്ങനെ സകല സ്ഥലത്തും പവാറിൻ്റെ ബന്ധുക്കൾ ബംഗാളിൽ. അപ്പോൾ ഇവരുടെ ഒരു രാഷ്ട്രീയ നീക്കമാണ്. അതിനെ രാഷ്ട്രീയമായിട്ട് തന്നെ നേരിടും. ഇപ്പോൾ 12-ാം തീയതി വിളിക്കുമ്പോൾ വക്കീലുമാരെ ആലോചിച്ചൊരു തീരുമാനത്തിലേക്ക് എത്തുക എന്നുള്ളതാണ്. അതെ. ഇപ്പോൾ ഞാൻ ഒരു നിയമ പോരാട്ടം നടത്തിയ വക്കീലന്മാരൊക്കെ ഇല്ലയോ, അവരാണല്ലോ ഇതുവരെയും കാര്യങ്ങൾ ചെയ്തത്. അപ്പോൾ അവർക്ക് ഇത് അയച്ചു കൊടുക്കും സമൻസ്, അവരുടെ അഭിപ്രായങ്ങൾ ആരായും. വേറെ റോബിംഗ് എൻക്വയറി ഒന്നുമല്ല. കാര്യങ്ങൾ അറിയാനാണെങ്കിൽ നമുക്ക്
എനിക്ക് വ്യക്തിപരമായിട്ട് വിരോധമില്ല. പക്ഷേ എൻ്റെ സൗകര്യം നോക്കേണ്ടി വരും. അവരുടെ സൗകര്യം മാത്രമല്ല, ഒരു പൊതുപ്രവർത്തകനാണ്. ഇനി ഒരു 6 ദിവസമേ ഉള്ളൂ. ഇല്ല, നമുക്കൊന്ന് സൗകര്യം നോക്കിയിട്ട് നമുക്ക് തീരുമാനിക്കാം എങ്ങനെ വേണമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, 21-ാം തീയതി വരെയും വളരെ തിരക്കാണ്. 100,000 പേര് രജിസ്റ്റർ ചെയ്യുന്ന ഒരു മൈഗ്രേഷൻ കോൺക്ലേവ് നടക്കുകയാണ്. അതിൻ്റെ ചുമതലകളിൽ പ്രവർത്തിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ തിരക്കെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം.